പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഏവർക്കും അറിയാവുന്നതുപോലെ പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പ ഒരു കൺസിസ്റ്ററി വിളിച്ചു കൂട്ടിയിരുന്നു. ഈ മാസം 26, 27 തീയതികളിലാണ് ഈ കൺസിസ്റ്ററി നടന്നത്. കൺസിസ്റ്ററിയുടെ പ്രധാനപ്പെട്ട പ്രമേയം 2 രീതിയിൽ നമുക്ക് കാണാം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇൻ വാട്ട് കൈൻഡ് ഓഫ് വേൾഡ് ആർ വി കോൾഡ് ടു പ്രൊക്ലെയിം ദ ഗോസ്പൽ. അതാണ് ഒന്നാമത്തെ വിഷയം ചർച്ച ചെയ്തത്. രണ്ടാമത്തത് ദ കൾച്ചർ ഓഫ് പവർ ആൻഡ് ദ സിവിലൈസേഷൻ ഓഫ് ലവ്. നാം ഏതൊരു ലോകത്തിലാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടത്? ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്ന അധികാരത്തിൻ്റെ അല്ലെങ്കിൽ ശക്തിയുടെ ഒരു സംസ്കാരവും അതേസമയം അതിന് നാം ക്രൈസ്തവരെന്നുള്ള നിലയിൽ കൊടുക്കേണ്ട ഒരു സ്നേഹത്തിൻ്റെ സംസ്കാരവും എന്നുള്ളതിനെക്കുറിച്ചാണ് ചർച്ചകൾ നടന്നത്. സഭയിലെ 241 കർദ്ദിനാളന്മാരിലെ 178 പേര് ഇതിൽ സംബന്ധിച്ചിരുന്നു. ഈ ചർച്ചാ വിഷയങ്ങൾ 4 സമ്മേളനങ്ങളിലായിട്ടാണ് നടത്തിയത്. ഈ 2 ദിവസവും രാവിലെ വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു. ആദ്യത്തെ ദിവസമായ 27-ാം തീയതി പരിശുദ്ധ പിതാവിൻ്റെ പ്രധാന കാർമ്മികത്വത്തിലുള്ള വിശുദ്ധ കുർബാനയോടുകൂടിയാണ് ഈ കൺസിസ്റ്ററി ആരംഭിച്ചത്. പിന്നീടുള്ള ദിവസത്തിലും വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു. അതിന് കർദ്ദിനാൾ തിരുസംഘത്തിൻ്റെ ഡീനായിട്ടുള്ള കർദ്ദിനാൾ റേ പ്രധാന കാർമ്മികനായിരുന്നു. ഈ സമ്മേളനങ്ങളിലെല്ലാം കർദ്ദിനാളന്മാർ തുറന്ന് സംസാരിക്കുകയും അവരുടെ അജപാലനപരമായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഇന്ന് ലോകത്തിൽ ക്രൈസ്തവ സാക്ഷ്യം എങ്ങനെ നാം കൊടുക്കണമെന്നുള്ളതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. വളരെ തുറന്നുള്ള സംസാരമായിരുന്നു. കർദ്ദിനാൾമാർക്ക് മാത്രമേ അതിലെ പ്രവേശിക്കുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. എല്ലാ കാര്യങ്ങളും വളരെ രഹസ്യാത്മകതയോടുകൂടിയാണ് നടന്നത്. പരിശുദ്ധ പിതാവും അതുപോലെ തന്നെ തുറന്ന് കർദ്ദിനാൾമാരോട് സംസാരിക്കുകയും ചെയ്തു. ഇതുപോലുള്ള ചർച്ചകളുടെ വെളിച്ചത്തിൽ പരിശുദ്ധ പിതാവിൻ്റെ അജപാലനപരമായ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് ഉചിതമായ രീതിയിൽ ദൈവാത്മാവിൻ്റെ പ്രേരണയനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. എവയൊക്കെയാണ് എന്ന് നമുക്കിപ്പോഴേ പറയാൻ സാധിക്കുകയില്ല. ഏതായാലും ഈ കൺസിസ്റ്ററിയുടെ അനുഭവം മറ്റ് കൺസിസ്റ്ററികളുടെ അനുഭവങ്ങൾ പോലെ തന്നെ വളരെ ഏറെ മനസ്സിന് ഉല്ലാസം നൽകുന്നവയായിരുന്നു എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ മധ്യത്തിൽ ഞാൻ എഴുതിയ ഒരു ചെറിയ ഗ്രന്ഥം, അതിൻ്റെ പേര് ക്രിസ്ത്യൻ വിറ്റ്നസ് എന്നാണ്. ഇംഗ്ലീഷിൽ 10 ലേഖനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമാണ്. അത് എൻ്റെ അജപാലനപരമായ പ്രവർത്തനങ്ങൾ വൈദികനായിട്ടും മെത്രാനായിട്ടും കഴിഞ്ഞ 54 വർഷത്തെ അനുഭവങ്ങൾ ചേർത്തുള്ള ഒരു ഗ്രന്ഥമാണ്. അപ്പോൾ അത് പരിശുദ്ധാനെ കൊണ്ട് തന്നെ പ്രകാശനം ചെയ്യിപ്പിക്കാനായിട്ട് സാധിച്ചതിൽ എനിക്ക് വ്യക്തിപരമായിട്ട് വളരെയേറെ സന്തോഷമുണ്ട്. ദൈവകൃപയാൽ ഈ കൺസിസ്റ്ററി വിജയകരമായി നടന്നതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. മറ്റെല്ലാ കർദ്ദിനാളന്മാരും അതേ അനുഭവം പറയുകയുണ്ടായി. നമുക്ക് സഭയുടെ സാക്ഷ്യം കർത്താവിന് സ്വീകാര്യമായ രീതിയിൽ കൊടുക്കുന്നതിന് ഈ കൺസിസ്റ്ററിയുടെ നിഗമനങ്ങളും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ തുടർന്നുള്ള അജപാലനപരമായ നേതൃത്വവും ഉപകരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തുതി.